ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2011 ഒരു വെസ്റ്റേൺ സയൻസ് ഫിക്ഷൻ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കൗബോയ്സ് ആൻഡ് ഏലിയൻസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏലിയൻസിനെ മാത്രമായിട്ട് കാണിക്കുന്ന ഒരു മൂവി, പിന്നെ കൗബോയ്സിൻ്റെ സ്റ്റോറി പറയുന്ന മൂവീസ്, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഏലിയൻസും കൗബോയ്സും ഒരുമിച്ചൊരു മൂവിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതും 1873 മരുഭൂമിയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് ഒരു വലിയ ഏലിയൻ ഷിപ്പ് വന്നിട്ട് അവിടെയുള്ള ആളുകളെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ പിടിച്ചുകൊണ്ട് പോകുന്നവരെ ആ ഒരു ഏലിയൻസ് കൊല്ലുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? അതുമല്ലാതെ ആ ഒരു ഏലിയൻസിന് ഭൂമിയിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വേണം. അതുമല്ലാതെ നമ്മുടെ ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റ് അതെങ്ങനെ അവൻ്റെ കയ്യിൽ വന്നു? ഇതിനെല്ലാം കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു മരുഭൂമി പ്രദേശത്ത് നിന്നും പെട്ടെന്ന് കണ്ണു തുറക്കുന്ന നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ജേക്കിനെയാണ് കാണിക്കുന്നത്. അതുമല്ല, പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ കയ്യിലാണെങ്കിൽ എന്തോ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, കൂടാതെ വയറും മുറിഞ്ഞിട്ടുണ്ട്. ആ ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് അവന്റെ കയ്യിൽ വന്നതെന്ന് അവൻ ഇപ്പോഴും അറിയത്തില്ല. അതുമല്ലാതെ അവൻ നോക്കുമ്പോൾ താഴെ മണ്ണിലായിട്ട് ഒരു സ്ത്രീയുടെ ചിത്രം ഇങ്ങനെ ഇരിപ്പുണ്ട്, അതെടുത്ത് കയ്യിൽ വെക്കും. അതുമല്ലാതെ ഒരു കല്ലെടുത്തിട്ട് ആ ഒരു ബ്രേസ്ലെറ്റ് ഇടിച്ച് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിടിച്ച് പൊട്ടിക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് പുറകിൽ ഒരു 3 കുതിരകളിലായിട്ട് കൗബോയ്സ് ഉണ്ടല്ലോ, അവരവിടേക്ക് വരികയാണ്. അതുമല്ലാതെ ജേക്കിനടുത്തേക്ക് അവർ വന്നിട്ട് അവനോട് പറയും, ഏയ് നീ ഇപ്പോൾ എവിടെയാണെന്നറിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ജേക്ക് ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ അതിലൊരാൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിട്ട്, ഓക്കെ ശരി തിരിഞ്ഞു നിൽക്ക്, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോവാണെന്ന് പറയുന്നതും ഹീറോ പെട്ടെന്ന് അവൻ്റെ കയ്യിലുള്ള ഒരു തോക്കെടുത്തിട്ട് കൂടെയുള്ള മറ്റൊരാളെ ഇടിച്ചങ്ങ് താഴേക്കിടും. അത് കഴിഞ്ഞിട്ട് ആ ഒരു താടിക്കാരൻ അപ്പൂപ്പൻ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതുമല്ലാതെ കുതിരപ്പുറത്തിരിക്കുന്ന അവന്റെ ദേഹത്തേക്ക് ചാടി വീണിട്ട് അവൻ ഇടിച്ച് താഴേക്കിട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അവിടെ വെച്ചങ്ങ് കൊല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ മരിച്ചു കിടക്കുന്ന അവന്റെ ഷൂവും അതേപോലെ തന്നെ ഡ്രസ്സെല്ലാം എടുത്തിട്ടിട്ട് അവനിപ്പോൾ ഒരു കൗബോയായി മാറി ആ ഒരു കുതിരയെടുത്ത് അവന്റെ കയ്യിലുള്ള ഒരു തോക്ക് ഇതെല്ലാം എടുത്ത് ഒരു കൗബോയ് ആയിട്ട് മാറിയിട്ട് അവിടെ നിന്ന് ആ ഒരു കുതിരേനെ എടുത്ത് നേരെ ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് പോവാണ്. അതുപോലെ ഇവരുടെ കൂടെ ആണെങ്കിൽ ഒരു നായ ഉണ്ടായിരുന്നു. ആ ഒരു നായയെ നമ്മുടെ ഹീറോയുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ പട്ടണം കാണുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 1873 കാലഘട്ടത്തിലെ മെക്സിക്കോയിലാണ്. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു പട്ടണത്തിലേക്ക് ചെന്നിട്ട് തന്റെ കുതിരയെ അവിടെ കെട്ടിയിട്ട് അടുത്തുള്ളൊരു വീടിനകത്തേക്ക് കയറി പോവും. അവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് വെള്ളമെല്ലാം എടുത്ത് അവന്റെ മുറിവ് ഉണക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ആ ഒരു മുറിവെല്ലാം നല്ലതുപോലെ കഴുകിക്കൊണ്ടിരിക്കുന്ന അതേ സമയം ആരും ഒരാൾ തോക്കും വെച്ച് നിൽക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു വീട്ടിലെ ഉടമസ്ഥനാണ് ഹീറോയെ കാണുന്നത്. അയാൾ പെട്ടെന്ന് തോക്ക് കാണിച്ച് ഹീറോയോട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്തിട്ട് ഹീറോയോട് പറയും, ഓക്കെ സാധാരണയായിട്ട് ഇവിടെ ചുറ്റി നടക്കുന്നത് ഒന്നുകിൽ ഹീരകള് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറ്റവാളികൾ. ഇതിൽ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ എനിക്കറിയത്തില്ല എന്ന് പറയും. ഓക്കെ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അതും നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ല. അല്ല പിന്നെ നിനക്ക് എന്തറിയാം എന്ന് ചോദിക്കുമ്പോൾ ഹീറോ എനിക്ക് ഇംഗ്ലീഷ് അറിയാതെ ഇങ്ങനെ പറയുന്നതും അയാളാണെങ്കിലും പതിയെ അവനെ അവിടെ നിന്ന് അടുത്തൊരു മുറിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ചെല്ലുമ്പോഴത്തേക്കും അത് ചെറിയൊരു ചർച്ചാണ്. അതുപോലെ ഇയാളാണെങ്കിലും ആ ഒരു ചർച്ചിലെ ഫാദറും. അങ്ങനെ ഹീറോയെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹീറോയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവനെ അവിടെ കിടത്തി അവന്റെ ആ ഒരു മുറിവുണ്ടല്ലോ അത് നല്ലതുപോലെ വെച്ച് ഇങ്ങനെ കെട്ടുന്നു. അതുപോലെ ആ ഒരു മുറിവെല്ലാം വെച്ച് കെട്ടുമ്പോഴത്തേക്കും ആ ഒരു ഫാദർ പറയുന്നുണ്ട്, ഇത് ഈ ഒരു സ്വർണ്ണമെല്ലാം ഖനനം ചെയ്യുന്ന ഒരു നഗരമാണ്, പക്ഷേ ഇവിടെ സ്വർണ്ണം തീർന്നത് കൊണ്ട് ഒരുപാട് ആളുകളും ഈ ഒരു പട്ടണം വിട്ട് പോയി എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു മുറിവും വെച്ച് കെട്ടി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ജനാലയിൽ ഒരു ബുള്ളറ്റ് വന്ന് കൊള്ളുന്ന ശബ്ദം. അപ്പോൾ ആ ഒരു ഫാദർ ആണെങ്കിലും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്താണ് അത് ഡോളർ ഹെഡിന്റെ മകനാണ്. അവൻ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന് പറയുന്നത്. വെളിയിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരുത്തന്നെ നിന്നിട്ട് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു നഗരത്തിലെ തന്നെ പ്രധാന ഒരു റൗഡിയുണ്ട്, അയാളുടെ മകനാണിത്. അതുപോലെ പണം പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. പണം കൊടുക്കാത്തത് കൊണ്ട് ഇവൻ ആ ഒരു തോക്ക് വെച്ച് പലയിടങ്ങളിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരോടും പണം ഇങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം തന്നെ അവിടെ ഒരു ബാർ നടത്തുന്ന ഡോക്ടറുണ്ട്. അയാളുടെ ഭാര്യയെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് സോറി ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമൊന്നും ഇല്ലാന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ഡോക്ടറാണെങ്കിലും അവൻ മോശമായിട്ടുള്ള ഒരാളാണ്, അവൻ എന്തുപോലും കാണിക്കുമെന്ന് പറയുമ്പോൾ ഈ ഒരു പയ്യനുണ്ടല്ലോ അവൻ പെട്ടെന്ന് ഇത് കേട്ടിട്ടാണ്, നിങ്ങൾ എന്തു പറഞ്ഞു? എൻ്റെ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു പട്ടണം ഒരിക്കലും ഇങ്ങനെ ആവത്തില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കന്നുകാലികൾ, എൻ്റെ അച്ഛൻ്റെ പണം അതെല്ലാം വെച്ചിട്ടല്ലേ നിങ്ങളെ ഈ ഒരു നിലയ്ക്ക് എത്തിയത് എന്നെല്ലാം പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ ഒരു ഡോക്ടറിനെ അടുത്തേക്ക് വിളിക്കും. ഡോക്ടറാണെങ്കിൽ നടന്നടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടറിന്റെ കണ്ണാടി താഴേക്ക് തട്ടിയിട്ടിട്ട് അതെടുക്കാൻ പറയുന്നതും ഡോക്ടർ കുനിയുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് മണ്ണെല്ലാം തട്ടി കണ്ണിലേക്ക് ഇട്ടിട്ട് അടുത്തായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ ആണെങ്കിലോ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അതേസമയം തന്നെ ആ ഒരു പട്ടണത്തിലെ ഒരു മുതിർന്ന ആള് പെട്ടെന്ന് വന്നിട്ട് മോനെ നിർത്ത് മതി മതി എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറിനെ പിടിച്ചു മാറ്റുമ്പോൾ അവൻ പറയും, ഓക്കെ ശരി ഞാനെല്ലാം നിർത്തി, നിങ്ങളുടെ പണം മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ ആ ഒരു തൊപ്പിയും കൊണ്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ കയ്യിലുള്ള പണമെല്ലാം ഇടാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ദേ ഈ ചൂണ്ടി കാണിക്കുന്നതെല്ലാം നിർത്തിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എൻ്റെ മുന്നിൽ വന്നിട്ട് ഇതുപോലെ സംസാരിക്കുന്നതൊന്നും വേണ്ട, അടി കിട്ടണമെന്നുണ്ടെങ്കിൽ പോവാനായിട്ട് പറയുന്നതും
അവനാണെങ്കിൽ ഇതുപോലെ ഇഷ്ടപ്പെടൂ, അത്രയും വലിയ ധനികന്റെ മകനല്ലേ. ഓടി ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കാല് മടക്കി ആ ഒരു മണിയിൽ നോക്കി ഒരു ഒറ്റ ഇടി കൊണ്ട് അവൻ താഴെ വീഴുന്നതും പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് മറ്റൊരു ലേഡി വന്നിട്ട് നമ്മുടെ ഹീറോയെ തന്നെ ഇങ്ങനെ നോക്കാണ്. അതുമല്ല ഹീറോ ആണെങ്കിൽ അവനെ ഇടിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഇവ എഴുന്നേറ്റിട്ട് ഹീറോയുടെ നേർക്ക് തോക്കും ചൂണ്ടി ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ ഹീറോ തിരിഞ്ഞു നോക്കിയിട്ട് ഇത് ചെറിയ പയനെന്നുള്ള രീതിയിൽ അതൊന്നും വലിയ കാര്യമാക്കാതെ അവിടെ നിന്ന് നടന്നു പോകുന്നതും ഇവൻ പെട്ടെന്ന് ഹീറോയെ പേടിപ്പിക്കാൻ വേണ്ടി മറ്റൊരിടത്തേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഒരാളുടെ ഷോൾഡറിൽ ആ ഒരു ബുള്ളറ്റ് കൊള്ളുന്നു. അപ്പോൾ അവൻ പറയും, അയ്യോ സോറി ഞാൻ അറിയാതെ ചെയ്താണ്, ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തല്ല എന്നെല്ലാം പറയുന്ന സമയത്ത് അവിടേക്ക് ഈ ഒരു നാട്ടിലെ ഷെരീഫ് വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത്, ഇനി നിന്നെ വെറുതെ നിർത്താൻ കഴിയത്തില്ല, നീ ഇപ്പോൾ ഒരാളെ ഷൂട്ട് ചെയ്തേക്കാണ്, അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഈ ഒരു നാട്ടിലെ ആ ഒരു ധനികൻ, ആ ഒരു പ്രധാന റൗഡി വുഡ്രോ ഡോളർ ഹെഡ് എന്നാണ് അവന്റെ പേര്. അപ്പോൾ അവന്റെ കുറച്ച് ആളുകൾ അവരാണെങ്കിലും ഈ ഒരു കന്നുകാലികളെല്ലാം കൊണ്ട് ഒരു പുഴയുടെ അടുത്തായിട്ടിരുന്ന് റെസ്റ്റ് എടുത്ത് ആഹാരമെല്ലാം കഴിക്കുന്ന സമയത്താണ് അതേസമയം അതിലൊരുത്തൻ പെട്ടെന്ന് കുടിച്ചിട്ട് എന്ത് ഡോളർ ഹെഡിന് ജോലി സമയത്ത് കുടിക്കുന്നത് ഇഷ്ടമല്ലെന്നോ, ആഹാ അത്രയ്ക്കായോ എന്നെല്ലാം പറഞ്ഞ് ഡോളർ ഹെഡിനെ നല്ലതുപോലെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് നടന്ന് അടുത്തുള്ള ആ ഒരു പുഴയിലേക്ക് ഇങ്ങനെ പോവാണ്. പുഴയിലേക്ക് ചെന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആഹാ എന്താണ് സംഭവിക്കുന്നല്ല അറിയത്തില്ല, താഴെ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നു, നീല വെളിച്ചം. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ വെള്ളത്തിൽ വീണിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്ത് കന്നുകാലികളും ഇല്ല, അതേപോലെ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ടുപേരെയും കാണാനില്ല. കാണിക്കുമ്പോൾ എല്ലാവരും വെന്ത് മരിച്ചു കിടക്കാണ്. അങ്ങനെ അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ആ പിടിച്ചോണ്ട് വന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ ഇപ്പോഴും പറയണ്, ഷെരീഫ് നിങ്ങൾക്ക് അറിയത്തില്ല എന്റെ അച്ഛൻ ആരാണെന്ന്, എന്റെ അച്ഛൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ എന്നെ തുറന്നു വിടുന്നതായിരിക്കും നല്ലത് എന്നെല്ലാം പറയുമ്പോൾ ഷെരീഫ് അതൊന്നും കേൾക്കത്തില്ല. ഷെരീഫ് ഇവനെ മറ്റിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കാണ്. അതുമല്ല അവിടെയുള്ള നോട്ടീസ് ബോർഡിൽ വാണ്ടഡ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഡോക്ടറിന്റെ ബാർ ഉണ്ടല്ലോ അവിടെ കാണിക്കുമ്പോഴത്തേക്കും ഡോക്ടർ മറ്റൊരു നഗരത്തിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. അതുപോലെ ഇവിടെ വന്ന് ഈ ഒരു അവസ്ഥയായപ്പോഴത്തേക്കും ഡോക്ടറിന് അത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അതെല്ലാം തന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് അതേസമയം നമ്മുടെ ഹീറോ പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറി വന്ന് മദ്യം എങ്ങനെ ചോദിക്കുന്നതും അവരത് എടുത്ത് കൊടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ അവന്റെ പുറകെ തന്നെ നേരത്തെ അവനെ നോക്കിയ ഒരു ലേഡി ഉണ്ടല്ലോ അവൾ അങ്ങനെ വരികയാണ്. വന്നിട്ട് ഹീറോയെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഹീറോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, അല്ല നിങ്ങൾക്ക് എന്നെ നേരത്തെ അറിയാവൂ, പിന്നെ എന്തിനാ എന്റെ പുറകെ എങ്ങനെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എന്റെ പേര് എല്ല, അല്ല നിങ്ങൾക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കയ്യിലേക്ക് പിടിക്കുന്നതും ഹീറോ അതിൽ തൊടാൻ സമ്മതിക്കുന്നില്ല. അവൾ എന്തിനാണ് വന്നതെന്നും ഹീറോയോട് പറയുന്നില്ല. അപ്പോൾ ഹീറോ പറയും സോറി എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ബാറിനകത്തേക്ക് അവിടുത്തെ ഷെരീഫും ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവരെല്ലാവരും കയറി വരികയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറോ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു ഷെരീഫ് പറയും, ശരി ഞങ്ങളോടൊപ്പം വരുന്നതായിരിക്കും നല്ലത്, ഞങ്ങൾക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതും ഹീറോ പറയും എനിക്കിപ്പോൾ ഒന്നും അറിയത്തില്ല, എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവരോട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അവരോടൊപ്പം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് ഒരു തോക്ക് കൊടുത്ത് നമ്മുടെ ഷെരീഫിനെ ചൂണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് നേരത്തെ കണ്ട ഉണ്ടല്ലോ അവള് ഹീറോയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി ഹീറോയുടെ ബോധം പോയി താഴെ വന്ന് വീഴും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ജെയ്ക്കിനെ പിടിച്ച് അവിടെയുള്ള സെല്ലിലേക്ക് കൊണ്ടിട്ടേക്കാണ്. അപ്പോഴേക്കും അടുത്ത സെല്ലിൽ കിടക്കുന്ന മറ്റേ ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ നമ്മുടെ ഹീറോയെ നോക്കിയിട്ട് ഇതാണ് എനിക്കും വേണ്ടത്, നീ ഇനി കിടന്ന് അനുഭവിക്കാൻ പോകുന്നത് ഞാനും കൂടി കാണാൻ പോവാണെന്നെല്ലാം പറഞ്ഞ് ഹീറോയെ കളിയാക്കും. അതേസമയം ഇവിടെ ആ ഒരു കന്നുകാലികൾ മരിച്ചല്ലോ ആ ഒരു സ്ഥലത്ത് കാണിക്കുമ്പോൾ ഇപ്പോൾ ജീവനോടുള്ള ആ ഒരുത്തനെ ഒരു കുതിരയുടെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അവനോട് ചോദിക്കും, കന്നുകാലികൾക്കെല്ലാം എന്ത് സംഭവിച്ചു, നീയാണ് സത്യം പറയേണ്ടത്, എന്തിനാ അതിനെല്ലാം കൊന്നേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും സോറി സാർ എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഞാൻ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചു, അതെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല, ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒന്നും കണ്ടിട്ട് പോലുമില്ല എന്നെല്ലാം അവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് കാണിക്കുമ്പോൾ ആ ഒരു പണക്കാരനായിട്ടുള്ള ആ ഒരാളെ കാണിക്കുന്നത്. അത് വേറെ ആരുമല്ല, ഇന്ത്യാന ജോൺസ് സിനിമ കാണാത്ത ആരും ഉണ്ടാവത്തില്ല എന്ന് എനിക്കറിയാം, അതിലെ ആ ഒരു മെയിൻ കഥാപാത്രം തന്നെയാണ്. അപ്പോൾ അവന്റെ പേര് വുഡ്രോ എന്നാണ്. അങ്ങനെ അയാൾ എത്ര ചോദിച്ചിട്ടും ഈ ഒരു ജോലിക്കാരൻ അതേ കാര്യം തന്നെ പറയുന്നത് കൊണ്ട് അവനെ എന്തായാലും ഇയാൾ വെറുതെ വിടാണ്. അതേസമയം വുഡ്രോയുടെ അടുത്തേക്ക് രണ്ടുപേർ കുതിരയിൽ വന്നിട്ട് നമ്മുടെ ഷെരീഫ് നിങ്ങളുടെ മകനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ജേക്ക് ജോനർദൻ അവൻ ഈ ഒരു പട്ടണത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി നേരെ അടുത്തായിട്ട് ആ ഒരു സ്റ്റേഷനിലേക്ക് പോവാണ്. അതേസമയം സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഷെരീഫ് ഹീറോയെ ഇപ്പോൾ ഫെഡറൽ മാർഷലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ഹീറോ ചോദിക്കും ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ഥലം തീയിട്ട് നശിപ്പിച്ചു, അതേപോലെ തന്നെ ഒരുപാട് പേരെ ആക്രമിച്ചു, അതുപോലെ ഹൈജാക്കിംഗ്, ഈ ഒരു കുറ്റത്തിനാണ് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സത്യത്തിൽ ഹീറോ ഒരിടത്ത് നിന്നും കണ്ണു തുറന്നല്ലോ. അവിടെ മുതലേ അതിനു മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഹീറോയ്ക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയത്തില്ല. അതുമല്ല ജേക്ക് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നല്ലോ, അവളുടെ പേര് ആലീസ് ആണെന്നും അതേപോലെ തന്നെ അവൾ ഒരു വേശ്യയാണെന്നും ആ ഒരു പെണ്ണിനെ നീ കൊന്നിട്ടുണ്ടാവും. ഹീറോയ്ക്ക് അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് പോലും ഓർമ്മയില്ല. അങ്ങനെ ഹീറോയുടെ രണ്ട് കയ്യിലും വിലങ്ങിട്ടിട്ട് ആ ഒരു ഷെരീഫ് ഇനി നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ് ഹീറോയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ഒരു വണ്ടിയിലേക്ക് ഇങ്ങനെ കയറ്റുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു പയ്യനും ഉണ്ട്. അതേസമയമാണ് ഹീറോയുടെ അടുത്തേക്ക് എല്ലാം വന്നിട്ട് ഹീറോയോട് പറയും സോറി നിന്നെ പിടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു, പക്ഷെ അത് ചെയ്യേണ്ടി വന്നു, എന്നോട് നീ ക്ഷമിക്കണം. അപ്പോൾ ഹീറോ ചോദിക്കുക അല്ല നിനക്ക് എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല കൂടുതൽ വളച്ചു കേട്ടാതെ എന്താ കാര്യം എന്ന് തിരക്കുമ്പോഴത്തേക്ക് അവൾ പറയും, നീ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയണം എന്ന് ചോദിക്കുമ്പോൾ ഹീറോ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നതും ആ ഒരു ഷെരീഫ് ആണെങ്കിലും വന്നിട്ട് ആ ഒരു വണ്ടി അടച്ച് ഇവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ഷെരീഫിന്റെ ഒരു മകനുണ്ട്. അവൻ ഷെരീഫിനോട് പറയും ഞാനും വരുന്നു എന്ന് പറയുമ്പോൾ ഷെരീഫ് പറയും, ഇല്ലില്ല, നിന്റെ അമ്മയെ അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ പോയിട്ട് എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് ആ ഒരു പയ്യനോട് ഇവിടെ നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതേസമയം തന്നെ ഇവിടേക്ക് വുഡ്രോയും അവന്റെ ആളുകളും വരികയാണ്. പെട്ടെന്ന് അവിടേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ പെട്ടെന്ന്, അച്ഛാ ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ ഇവർ പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ വുഡ്രോ പറയും, ഹേയ് നിന്നെ അന്വേഷിച്ചല്ല, നിന്നെ പിന്നെ നോക്കാം, എനിക്ക് ആവശ്യം ഇവനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജേക്കിനെയാണ് ഇവർക്ക് എന്തായാലും ആവശ്യമുള്ളത്. പക്ഷെ ജേക്കിനാണെങ്കിലോ ഇവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ വുഡ്രോ പറയുന്നുണ്ട്, എൻ്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഇവനാണ്, ഇവൻ എനിക്ക് വേണമെന്നും പറഞ്ഞ് അത് തുറക്കാനായിട്ട് പറയുമ്പോൾ അവർ ഷെരീഫ് പറയും, സോറി ഇത് തുറക്കാൻ കഴിയത്തില്ല, എനിക്ക് ഇവനെ കോടതിയിലേക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആരും പോകത്തില്ല എന്ന് നമ്മുടെ വുഡ്രോ പറയുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെ നിന്നും എന്തൊക്കെയോ വെളിച്ചം ഈ ഒരു ഗ്രാമത്തെ നോക്കി അങ്ങനെ വരുന്നു. ആ ഒരു നായാണെങ്കിൽ അത് നോക്കി എന്നെ കുരയ്ക്കാണ്. ഇവരെല്ലാവരും അവിടേക്ക് നോക്കിയിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറേ കഴിയുമ്പോൾ ആ ഒരു വെളിച്ചം അടുത്തേക്ക് വരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പറക്കുന്ന എന്തോ മുകളിലൂടെ വന്നിട്ട് നല്ലതുപോലെ ഇവിടേക്ക് ഷൂട്ട് ചെയ്യുന്നു. അതേസമയം എല്ലാവരും പേടിച്ചിട്ട് ആർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാവരും പല വഴിക്ക് പേടിച്ചോടുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും 1-2 കയറുകളെല്ലാം വന്നിട്ട് താഴെയുള്ള ഓരോരുത്തരായിട്ട് മുകളിലേക്ക് പിടിച്ചോണ്ട് പോകുന്നു. ബാക്കിയുള്ളവരെല്ലാം കൊല്ലുകയും ചെയ്യാണ്. അങ്ങനെ അതിൽ 1-2 പറന്ന് അവിടെ നിന്ന് പോയി അതിലൊരെണ്ണം നേരെ വുഡ്രോ അടുത്തേക്ക് വരുമ്പോൾ വുഡ്രോ ആണെങ്കിൽ തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ അയാളുടെ അടുത്തേക്ക് ഷൂട്ട് ചെയ്ത് ആ ഒരു സ്ഥലം പൊട്ടിയൊക്കെ തെറിക്കുകയാണ്. അതേസമയം നമ്മുടെ ഡോക്ടറിന്റെ ഭാര്യയും രണ്ടുപേരും 2 വശങ്ങളിലേക്കായിപ്പോയി. നടുവിലൂടെ ആണെങ്കിൽ കുതിരകൾ പേടിച്ചിങ്ങനെ ഓടാണ്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, ഹേയ് മരിയ നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ എപ്പോൾ അവിടേക്ക് വരാമെന്ന് പറയുമ്പോൾ മരിയ പെട്ടെന്ന് ഓടി അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നതും മരിയനെയും ആ ഒരു പറന്നു വരുന്ന സാധനം അത് വലിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോവാണ്. അതേസമയം എല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവനെ വിളിച്ചിട്ട് അടുത്തുള്ളൊരു വീടിനകത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ ജേക്ക് ആണെങ്കിലേ ഈ ഒരു വണ്ടിക്കകത്ത് കിടക്കല്ലേ, ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ ആ ഒരു പയ്യനോട് എഴുന്നേക്കാൻ പറയുമ്പോഴത്തേക്കും അവൻ പേടിച്ചിട്ട് അവിടെ തന്നെ കിടക്കാണ്. അപ്പോൾ നമ്മുടെ ജേക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കുന്ന സമയത്താണ് ജേക്കിന്റെ കയ്യിൽ ആ ഒരു ബ്രേസ്ലെറ്റ് അതിപ്പോൾ വർക്കാവുന്നു. അതിൽ ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട്. ജേക്കിന് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ജേക്ക് പെട്ടെന്ന് ആ ഒരു ബ്രേസ്ലെറ്റ് അങ്ങനെ കൈവച്ച് മാറ്റി നോക്കുമ്പോഴത്തേക്കും അതെന്തോ വർക്ക് ആവാൻ പോകുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു പയ്യനെ നെറുകിനെ ചൂണ്ടിയിട്ട് അവനെ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ അത് പതിയെ മറ്റൊരു വശത്തേക്ക് ഇതിന്റെ ഡോറിന്റെ അടുത്തേക്ക് ഇങ്ങനെ നീട്ടി കാണിക്കുന്നതും ആ ഒരു വണ്ടി പെട്ടെന്ന് പൊട്ടി അങ്ങ് തെറിക്കുകയാണ്. അപ്പോൾ അത് എന്തായാലും ഒരു വെപ്പണാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു തോക്കും എടുത്ത് അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ വുഡ്രോ ഉണ്ടല്ലോ, അയാൾ പെട്ടെന്ന് അയാളുടെ മകനുണ്ടല്ലോ, പെർസി എന്നാണ് അവന്റെ പേര്, അവനെ വിളിക്കാനായിട്ട് ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് അവനെ വലിച്ചെടുത്ത് ആ ഒരു വണ്ടിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് ഓടിപ്പോകുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും അവനെ ഇപ്പോൾ മുകളിൽ നിന്നും ഒരു കയർ ഉപയോഗിച്ചിട്ട് വലിച്ചെടുത്ത് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ആരാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. ഹീറോ ആണെങ്കിലോ തന്റെ കയ്യിൽ ആ ഒരു തോക്കും വെച്ചിട്ട് അതിലേക്കിങ്ങനെ നടന്നു പോകുന്നു. അതേസമയം മുകളിലൂടെ പറന്നു പോകുന്ന ആ ഒരു വാഹനം കണ്ടിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് എന്തായാലും ഒരു ആയുധമാണെന്ന് അവന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിന് നേരെ ഇതിങ്ങനെ എയിം ചെയ്യുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് അതിലേക്ക് ഫോക്കസ് ആയിട്ട് ആ ഒരു പറക്കുന്ന വാഹനത്തിനെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും അത് തകർന്ന് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ ഇത് കാണുന്നതും ബാക്കി എല്ലാവരും പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ ഇതിന്റെ കൂടെയുള്ള ബാക്കി വാഹനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ വുഡ്രോ ആണെങ്കിൽ ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു ആയുധം ഉണ്ടല്ലോ ബ്രേസ്ലെറ്റ് അതിങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് അടുത്തേക്ക് വന്ന് ഇതെന്താണെന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഹേയ് എനിക്കെങ്ങനെ അറിയാം. അപ്പോൾ നമ്മുടെ ഡോക്ടർ ചോദിക്കും, എൻ്റെ ഭാര്യ അതിനകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതിനകത്തില്ല എന്നും പറഞ്ഞിട്ട് അത് ചെറുതായിട്ട് അനങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വുഡ്രോ അവന്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ചിട്ട് അറിയാതെ അതിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എല്ലാവരും ഇതെന്താണെന്നല്ല ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് അടുത്തുള്ളൊരു വീടിനകത്ത് ഒരു ലേഡി കരയുന്ന ശബ്ദം എന്താണെന്ന് നോക്കുമ്പോൾ ഒരു മൃഗത്തിന്റെ ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് നിന്നും. അതുപോലെ ആ ഒരു ലേഡിയെ കൊന്നിട്ട് അത് ഇങ്ങോട്ട് ഓടി പോവാണ്. അതെന്താണെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും രാത്രി ഇതിനെ ഫോളോ ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ വുഡ്രോ നേരെ ജേക്കിനടുത്തേക്ക് വന്നിട്ടാണ് അവനോട് പറയുന്നത്, നീ എന്റെ സാധനം അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ജേക്കിനെ ഇടിക്കുമ്പോഴത്തേക്കും ജേക്ക് തിരിച്ച് അവനെ ഒരു ഒറ്റയിടി. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോ മാത്രം ഒറ്റയ്ക്ക് ആ ഒരു പട്ടണത്തിൽ നിന്ന് ആ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ പോവാണ്. അതേസമയം പട്ടണത്തിലാണെങ്കിലോ നല്ല രീതിയിൽ ഇന്നലെ ആ ഒരു അപകടമെല്ലാം സംഭവിച്ചിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡോക്ടർ ആ ഒരു പട്ടണത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആ ഒരു ഡോക്ടറിനെ കൊണ്ട് കഴിഞ്ഞു. അതേസമയം നമ്മുടെ ജേക്ക് പോകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ അവള് ജേക്കിന്റെ പുറകെ തന്നെ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. ഇത് കണ്ട നമ്മുടെ ജേക്ക് പെട്ടെന്ന് അവളെ അടിച്ച് താഴേക്കിട്ട് അവളോട് ചോദിക്കും, അല്ല നിനക്ക് എന്താ വേണ്ടത്, നീ ഒരുപാട് നേരമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരെയും അവരെന്റെ ആളുകളെ കൊണ്ടുപോയി ഞാൻ ഒരുപാട് നാളായിട്ട് അവരെ അന്വേഷിക്കുകയാണ്,
അവരെ കണ്ടെത്താനായിട്ട് നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ എന്നിങ്ങനെ പറയുമ്പോൾ ജേക്ക് പറയും ഇനിയും എന്നെ ഫോളോ ചെയ്തതെന്നും പറഞ്ഞിട്ട് തന്റെ കുതിരയെടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ എല്ലാവരാണ് അവൾക്ക് എന്താണ് ഹീറോയിൽ നിന്ന് വേണ്ടത് എന്നത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ വുഡ്രോയും അവന്റെ ആളുകളും അതേപോലെ തന്നെ ആ ഒരു ഷെരീഫ് ഇവരെല്ലാവരും അവർ കാണാതായിട്ടുള്ള ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോവാണ്. വുഡ്രോയ്ക്കാണെങ്കിൽ തന്റെ മകനെ രക്ഷിക്കണം. അങ്ങനെ എല്ലാവരും പോകുന്ന സമയത്ത് ആ ഒരു ഷെരീഫിന്റെ മകൻ അവൻ വന്നിട്ട് ഞാനും അച്ഛനോടൊപ്പം വരുന്നെന്ന് പറയുമ്പോൾ ഇല്ല മോനെ നിനക്ക് എന്തായാലും ഞങ്ങളോടൊപ്പം വരാൻ കഴിയത്തില്ല, അത് വളരെ അപകടമാണെന്ന് പറയുമ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരുത്തൻ പറയും ഇല്ല അവന് നമ്മളോടൊപ്പം വരട്ടെ, കുതിരകൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഒരാൾ എന്തായാലും ആവശ്യമാണ്, അതുമല്ല അവനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും നീ താമസിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പയ്യനെയും ഇവരോടൊപ്പം കൊണ്ടുപോവാണ്. അതുമല്ലാതെ നമ്മുടെ ഡോക്ടറും ഇവരോടൊപ്പം തന്നെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് എന്തായാലും സഹായിക്കാൻ കഴിയും. അങ്ങനെ എല്ലാവരുമായിട്ട് ഇവിടെ നിന്നും അവരെ അന്വേഷിക്കാൻ പോകുന്നു. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഒരു പഴയ വീടിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു വീടിനടുത്തേക്ക് വന്ന് അകത്തേക്ക് കയറുന്ന സമയത്താണ് ഇതിനു മുന്നേ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ അവന് ഓർമ്മ വരുന്നത്. അവൻ ഒരുപാട് സ്വർണ്ണ നാണയങ്ങളുമായിട്ട് ആ ഒരു വീടിനകത്തേക്ക് കയറി വരുന്നു. അവന്റെ ഭാര്യയാണെങ്കിൽ എടുത്തുണ്ട് അവൾക്ക് അത് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അവൾ ആദ്യം സന്തോഷിക്കും. പിന്നീട് ആ ഒരു സ്വർണ്ണം കാണുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് നിങ്ങൾ കൊള്ളയടിച്ചും മറ്റുള്ളവരെ കൊലപ്പെടുത്തി കൊണ്ടുവന്ന ഈ ഒരു പണം ഒരിക്കലും നമുക്ക് വേണ്ടാന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹീറോ ദേഷ്യപ്പെട്ട് അവളോട് സംസാരിക്കുകയാണ്. അതേസമയം ആ ഒരു സ്വർണ്ണ നാണയങ്ങളിലേക്ക് അവനിങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്വർണ്ണ നാണയങ്ങൾ അങ്ങനെ അനങ്ങാണ്. എന്നിട്ട് എന്തോ ഒരു വെളിച്ചം മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ആ ഒരു സ്വർണ്ണ നാണയങ്ങളിലേക്ക് തട്ടുന്നതും അത് ഉരുകി പതിയെ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നു. അതുമല്ല ഉരുകിയ സ്വർണ്ണമല്ല മുകളിലേക്ക് പോകുന്നതും വലിയൊരു വെളിച്ചം അവിടേക്ക് വന്ന് ആ ഒരു മേൽക്കൂര തകർത്ത് ആലിസിനെ താഴേക്ക് തള്ളിയിട്ടിട്ട് അത് കഴിഞ്ഞ് അവള് ജേക്കിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതും അവളെ വലിച്ച് മുകളിലേക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു വലിയ ജീവി അവന്റെ മുന്നിൽ നിൽക്കുന്നു. നമ്മുടെ ജേക്ക് അതേപോലെ തന്നെ മറ്റു കുറെ പേര് എല്ലാവരും മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആലീസിനെ എന്തോ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മുടെ ജേക്കിന് വീണ്ടും ഓർമ്മ വരികയാണ്. അതേസമയം ഇവരെല്ലാവരും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് അവരോടൊപ്പം ജോയിൻ ചെയ്ത് ഇവരെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ യാത്ര ചെയ്യാണ്. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് കാണിക്കുമ്പോൾ ഒരിടത്ത് ഒരു വലിയ കപ്പൽ തലകീഴായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഇത്രയും വലിയ കപ്പൽ വെള്ളമില്ലാത്ത ഈ ഒരു സ്ഥലത്ത് എങ്ങനെ വന്നു എന്ന് ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുമല്ല അവരവിടെ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. ഓക്കെ, മഴ നനയാതിരിക്കാൻ വേണ്ടി അതിനുള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ ഒരു കപ്പലിനകത്തേക്ക് കയറി ഇപ്പൊ ഈ ചോരാത്ത ഭാഗങ്ങളുണ്ടല്ലോ അവിടെ എല്ലാം പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ഒരു മുറി അന്വേഷിച്ച് പതിയെ മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നു. ഇവിടെ നമ്മുടെ വുഡ്രോ ആളുകളും അവിടെ ഇരുന്നിട്ട് ആഹാരം എല്ലാം കഴിക്കുന്ന സമയത്ത് വുഡ്രോ ആ ഒരു ഷെരീഫിന്റെ മകനെ ഒരു ആപ്പിൾ ഇങ്ങനെ കൊടുക്കാണ് കഴിക്കാനായിട്ട്. ആ ഒരു ചെറിയ പയ്യനാണെങ്കിൽ കയ്യിലൊന്നുമില്ലല്ലോ ആയുധമായിട്ട്, അതുകൊണ്ട് വുഡ്രോയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കത്തിയെടുത്ത് ആ ഒരു പയ്യനിങ്ങനെ കൊടുക്കും. അതേസമയം നമ്മുടെ ജേക്കിന്റെ റൂമിലേക്ക് എല്ലാം വരുമ്പോൾ അവൻ ചോദിക്കും എത്ര നാളായിട്ട് നീ ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് അവൾ അടുത്തേക്ക് വരുമ്പോൾ ഹീറോ ചോദിക്കും അല്ല നിനക്ക് എന്താ എന്നെ നിന്ന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, നീ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കണം, പക്ഷെ അത് മാത്രം എന്നെ കൊണ്ട് കഴിയത്തില്ല, നീ ഒന്ന് ശ്രമിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് അവന്റെ ദേഹത്തേക്ക് അങ്ങനെ തൊടാനായിട്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ബ്രേസ്ലെറ്റിലെ എന്തോ ഒരു വെളിച്ചം. അപ്പോൾ അവൾ പറയും അതിവിടെ ഉണ്ടെന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും മറ്റൊരിടത്ത് കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ അടുത്ത് എന്തോ എലികളെല്ലാം പേടിച്ച് ഇങ്ങനെ ഓടി വരുമ്പോൾ ഇവർ പെട്ടെന്ന് പേടിച്ചിട്ട് ഷേ ഇത് എലികളായിരുന്നോ എന്നും പറഞ്ഞ് തിരിയുന്നതും ഓഹോ അത്രയും വലിയൊരു രൂപം പെട്ടെന്ന് അവരെ എല്ലാവരെയും അവിടെ വെച്ചിട്ട് കൊല്ലുകയാണ്, അതും കൊടൂരായിട്ടുള്ള രീതിയിൽ. അതേസമയം ആ ഒരു ചെറിയ പയ്യൻ അവൻ എന്താ ശബ്ദം കേൾക്കുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു വശത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജേക്കോ എല്ലയും മറ്റൊരു വശത്തോടെ ഇങ്ങനെ പോകുന്നു. അതേസമയം ആ ഒരു ചെറിയ പയ്യനാണെങ്കിൽ ആ ഒരു നായ കുരയ്ക്കുന്ന വശത്തേക്ക് നടന്നു ചെല്ലുമ്പോഴത്തേക്ക് നായ ഒരിടത്തേക്ക് നോക്കിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ കുരയ്ക്കാണ്. അവൻ ചെന്നിട്ട് എന്താ കാര്യം ഇങ്ങനെ തിരക്കുമ്പോഴത്തേക്കും ആ ഒരു നായാണെങ്കിൽ ആ ഒരു വശത്തേക്ക് ഇങ്ങനെ ഓടിച്ചെല്ലുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു നായ കരയുന്ന ശബ്ദം അവനാണെങ്കിൽ പെട്ടെന്ന് അത് കണ്ട് പേടിച്ചിട്ട് അവിടെ ഒളിച്ചിങ്ങനെ ഇരിക്കും. ഒളിച്ചിരിക്കുന്ന അതേ സമയം അവന്റെ അടുത്തൂടെ ആ ഒരു ജീവി ഉണ്ടല്ലോ അത് അങ്ങനെ നടന്നു പോവാണ്. അതുമല്ല അതിന്റെ കൈ ആണെങ്കിലോ അവന്റെ അത്രയുണ്ട്. അപ്പൊ തന്നെ ആ ഒരു ജീവിയുടെ വലിപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അത് അവിടെ നിന്ന് പോയതിനു ശേഷം അവനാണെങ്കിലും പേടിച്ച് ഒരുപാട് നേരം അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ആശ്വാസമായതും പറഞ്ഞ് അങ്ങനെ നോക്കുന്നതും പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് അതിങ്ങനെ വന്ന് നിൽക്കുന്നു. അതുമല്ല അത് ഒരുപാട് നേരം അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൻ പേടിച്ചിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയാണല്ലോ അത് പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴും. അതേസമയം ഇത് സത്യം പറഞ്ഞാൽ ഒരു ഏലിയനായിരുന്നു. അതങ്ങനെ വന്നിട്ട് അതിന്റെ ഹൃദയഭാഗം ഉണ്ടല്ലോ അതങ്ങനെ തുറക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഹൃദയരിപ്പുണ്ട്. അതേപോലെ തന്നെ രണ്ട് കൈകൾ കൂടി അതിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ട് ഈ ഒരു പയ്യനെ ഇങ്ങനെ തൊടുകയാണ്. അതേസമയം ആ ഒരു ഷെരീഫ് ഉണ്ടല്ലോ ഈ ഒരു പയ്യന്റെ അച്ഛൻ അയാൾ പുറകെ വന്നിട്ട് ഈ ഒരു ഏലിയനെ ഷൂട്ട് ചെയ്യുന്നതും ഏലിയൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ചാടി അയാളുടെ മുകളിലേക്ക് കയറിയിട്ട് അയാളെ അവിടെ വെച്ച് കൊല്ലുന്നു. ആ ഒരു സമയം നമ്മുടെ ഹീറോ പെട്ടെന്ന് അവിടേക്ക് വരും. എന്നിട്ട് തോക്കെടുത്ത് അതിനെ ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു വെപ്പൺ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഏലിയനെ ഷൂട്ട് ചെയ്യാണ്. അതങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ആ ഒരു ഷെരീഫിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ പറയുന്നത് പ്ലീസ് എൻ്റെ മകനെ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷെരീഫും അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഷെരീഫിന്റെ ആ ഒരു ശരീരം അവർ നല്ലതുപോലെ അടക്കം ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും പോകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. അപ്പോഴേക്കാണ് വുഡ്രോ ആ ഒരു ചെറിയ പയ്യനുള്ള ഷെരീഫിന്റെ മകൻ എന്നിട്ട് അവന്റെ കയ്യിൽ ഒരു കത്തിയും കൊടുത്ത് അവനോട് നല്ല ധൈര്യമായിട്ട് ഇരിക്കാനും പറയുന്നു.
എന്നിട്ട് ഇവർ വീണ്ടും യാത്ര തുടർന്ന് ഒരുപാട് ദൂരം കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്ന സമയത്താണ് രണ്ട് മലകൾക്കിടയിലായിട്ടുള്ള ഒരു വഴിയുണ്ട്. അതിലേ പോകുമ്പോൾ കുറച്ചുപേര് വന്നിട്ട് ഇവരെ തടയും. ഇവരെല്ലാവരും കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിലാണെങ്കിൽ ഈ തോക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് എല്ലാവരും ഇവരെ കൊള്ളയടിക്കാനായിട്ട് നിൽക്കാണ്. അതുമല്ല അതിലൊരുത്തം പെട്ടെന്ന് നമ്മുടെ ജേക്കിനെ കാണുമ്പോൾ ഹേയ് ബോസ്, നിങ്ങളാണോ? നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി എന്നെല്ലാം പറഞ്ഞ് ഹീറോയോട് അറിയുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ ജേക്കിനാണെങ്കിൽ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇവനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും തന്നെ അറിയാവുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ വന്നിട്ട് ബോസ്, നിങ്ങൾ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനാണ് എന്നെല്ലാം പറയുമ്പോൾ അവൻ്റെ മൂക്കിന് നോക്കി ഇടി ഇടിച്ചിട്ടാണ് ഓക്കെ അതെല്ലാം അറിയാം, പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഓക്കെ, നിന്റെ കൂടെ നമ്മുടെ എത്ര ആളുകളുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഏകദേശം 30 എന്ന് പറയുമ്പോൾ ഓക്കെ അത് മതി, ഞാൻ നല്ല പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവരെയും കൂട്ടി അവരുടെ ആളുകളുള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മുടെ ജേക്കിനെ ബാക്കിയുള്ള എല്ലാവരെയും അവിടേക്ക് കൊണ്ടു ചെല്ലുന്ന സമയത്താണ് ഇവരെല്ലാവരും കൊള്ള സംഘങ്ങളാണ്. അതുമല്ല നമ്മുടെ ജേക്കിനെ കാണുമ്പോൾ അതിലൊരുത്തൻ ഇപ്പൊ ഈ ഒരു കൊള്ള സംഘത്തിന്റെ നേതാവുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഓ അപ്പൊ നീ തിരിച്ച് വീണ്ടും വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജേക്കിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനു മുന്നേ നമ്മുടെ ജേക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയിരുന്നു. ആ ഒരു ദേഷ്യം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതേപോലെ തന്നെ ഇതിനു മുന്നേ ഈ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ നമ്മുടെ ജേക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ലീഡർ ആയിട്ടുള്ളവനാണെങ്കിലോ ജേക്കിന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൻ പറയും നീ എന്നാ ഒരു വേശിക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങളുടെ സ്വർണ്ണമെല്ലാം മോഷിച്ചുകൊണ്ട് പോയത്, അതെന്തായാലും ഇവളായിരിക്കും എന്നും പറഞ്ഞിട്ട് എല്ലാം ഉണ്ടല്ലോ അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ ജേക്ക് പറയും നീ നേരത്തെ പറഞ്ഞ വാക്ക് ഒരു തവണ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവൻ വീണ്ടും അതുപോലെ തന്നെ വിളിക്കുന്ന സമയത്ത് ജേക്ക് വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ ജേക്കിന്റെ പുറകെ വന്നിട്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി എന്നിട്ട് അവനെ ഇടിച്ചിട്ട് നിനക്കപ്പോ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് ചോദിക്കുന്നതും ജേക്ക് അപ്പോഴും പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ലാന്ന്. അങ്ങനെ അവനാണെങ്കിലും പെട്ടെന്ന് ജേക്കിനെ ഇടിച്ച് താഴേക്കിട്ടിട്ട് എല്ലേ ഒരു തവണ കൂടി ആ ഒരു വാക്ക് ഇങ്ങനെ വിളിക്കുന്നതും ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ആ ഒരു വെപ്പൺ അതുപയോഗിച്ച് ഇവനെ ഷൂട്ട് ചെയ്താൽ കൊല്ലും. എന്നിട്ട് എഴുന്നേറ്റിട്ടാണ് പറയുന്നത് ദേ ഇനി ആരെങ്കിലും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ ഈ ഒരു വെപ്പൺ കണ്ടിട്ട് അവരെല്ലാവരും പേടിച്ചു പോകും. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ച് ഇവരവിടെ നിന്ന് കുതിരപ്പുറത്ത് പോകുന്നതും അവർ പോയതിനു ശേഷം ഈ ഒരു കൊള്ളക്കാരായിട്ടുള്ള കൗബോയ്സ് ഉണ്ടല്ലോ അവരെല്ലാവരും ഇവരുടെ പുറകെ വരികയാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ചേസിങ് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ഏലിയൻസ് ഉണ്ടല്ലോ അത് അവരുടെ ആ ഒരു ഷിപ്പിൽ വന്നിട്ട് ഇവരെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവർക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. പക്ഷേ നമ്മുടെ ജേക്കിനും ടീമിനും അത് നേരത്തെ വന്ന ആ ഒരു ജീവികളാണെന്ന് അവർക്കറിയാം. പക്ഷെ അവർക്ക് ഇപ്പോഴും അറിയത്തില്ല അത് ഏലിയൻസ് ആണെന്ന്. അതുമല്ല ഇതിനിടയിൽ 1-2 പേരെ ആ ഒരു ഏലിയൻസ് പിടിച്ചോണ്ട് പോകുന്നു. ഒരവസരത്തിൽ നമ്മുടെ ഹീറോയെ പിടിക്കാനായിട്ട് വരുന്നതും ഹീറോ അങ്ങനെ കുനിഞ്ഞിട്ട് ആ ഒരു വെപ്പൺ ഉപയോഗിച്ച് ആ ഒരു ഷിപ്പിനെ അങ്ങ് തകർക്കും. അത് കഴിഞ്ഞ് ഇവർ പോകുമ്പോൾ വീണ്ടും അടുത്തൊരു ഷിപ്പ് വന്നിട്ട് നമ്മുടെ എല്ലയുടെ പുറകെ വന്ന് എല്ലയെ തൂക്കിയെടുത്ത് അങ്ങ് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ അതിന്റെ പുറകെ തന്നെ ആ ഒരു കുതിരപ്പുറത്ത് പോകുന്നുണ്ട്. അതുമല്ല ഹീറോ ഇപ്പോൾ പോകുന്ന ആ ഒരു ഭാഗം കുറച്ച് ഉയർന്ന ഭാഗവും ആ ഒരു ഏലിയൻ ഷിപ്പാണെങ്കിൽ ഇതിന് നേരെയായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജേക്ക് നല്ല വേഗതയിൽ ആ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ പോയിട്ട് ഒരവസരത്തിൽ ചാടി ആ ഒരു ഷിപ്പിന് മുകളിലേക്ക് കയറുന്നു. അപ്പൊ എല്ലേ അതിൽ കെട്ടി വെച്ചേക്കാണ്. ജേക്ക് അവളോട് പറയുന്നുണ്ട് ഹേയ് നിനക്ക് നീന്തൽ അറിയോ എന്നിങ്ങനെ ചോദിക്കുന്നതും അപ്പൊ അവൾ ചോദിക്കും എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ കുറച്ച് മുന്നിലായിട്ട് ഒരു വലിയ പുഴയാണ്. അതെത്തുമ്പോഴത്തേക്ക് ഈ ഒരു ഷിപ്പ് തകർക്കാൻ വേണ്ടിയാണ് ഹീറോ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അവളോട് സേഫായിട്ട് പിടിക്കാൻ പറഞ്ഞ് ആ ഒരു പുഴയുടെ അടുത്തേക്ക് എത്തുന്നതും അവൻ ആ ഒരു ഷിപ്പിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അത് തകർന്ന് ഇവരെല്ലാവരും നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. അങ്ങനെ വെള്ളത്തിൽ വീഴാൻ നമ്മുടെ എല്ലയെ ഹീറോ അങ്ങനെ വലിച്ച് കരയിലേക്ക് കൊണ്ടിടുന്ന അതേ സമയം ആ ഒരു ഏലിയൻ വീണ്ടും വെള്ളത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ജേക്കിനടുത്തേക്ക് വരുന്ന അതേ സമയം ജേക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ട് ആ ഒരു ഏലിയനെ ഷൂട്ട് ചെയ്ത് അങ്ങ് കൊല്ലുകയും ചെയ്യാണ്. അതേസമയം നമ്മുടെ എല്ലയുടെ വയറിൽ നോക്കുമ്പോഴത്തേക്കും അവളുടെ വയറിൽ വലിയൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോ ആ ഒരു മുറിവ് ഉണക്കാനായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. അങ്ങനെ എല്ലയെടുത്ത് നേരെ ഇവരുടെ ആളുകളുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ എല്ല അവന്റെ കയ്യിൽ കിടന്ന് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജേക്ക് ആണെങ്കിലും അവളുടെ ശരീരം നേരെ ആ ഒരു ഡോക്ടറിന് മുന്നിലേക്ക് കൊണ്ടിടുമ്പോൾ ഡോക്ടറും പരിശോധിച്ചിട്ട് പറയുന്നത് അവൾ മരിച്ചുപോയെന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാവരും ആകെ വിഷമിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ താമസിക്കുന്ന കുറെ കാട്ടുവാസികളായിട്ടുള്ള ആളുകളുണ്ട്. അവര് നേരെ ഇവിടേക്ക് വന്നിട്ട് ഇവരെ എല്ലാവരെയും പിടിച്ചോണ്ട് പോകും. അതുമല്ല ഈ ഒരു സ്ഥലത്തേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് കെട്ടിയിട്ട് നമ്മുടെ എല്ലയുടെ ശരീരം ഉണ്ടല്ലോ അവിടെ കത്തിയിരിക്കുന്ന ആ ഒരു തീയിലേക്ക് എടുത്തൊരു ഒറ്റയേറ് അവളെന്തായാലും മരിച്ചു. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് വുഡ്രോയോട് സംസാരിക്കുമ്പോഴത്തേക്കും വുഡ്രോ പറയും നിങ്ങൾ എന്തിനാ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഭാഷയാണെങ്കിൽ വുഡ്രോയ്ക്ക് നല്ലതുപോലെ അറിയത്തില്ല. വുഡ്രോ പറയുന്ന ഇംഗ്ലീഷ് ആണെങ്കിലോ അവർക്കും അറിയത്തില്ല. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് വുഡ്രോയുടെ കൂടെ ഒരു സഹായിയുണ്ട്. അവനാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാട്ടിൽ ജീവിക്കുന്ന ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളക്കാരാണ് ഇവിടേക്ക് തിന്മയെ കൊണ്ടുവന്നത് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഏലിയൻസിനുണ്ടല്ലോ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും കൊല്ലാൻ പോവാണെന്ന് പറയുമ്പോൾ വുഡ്രോ പറയും അതെ അതുപോലെ തന്നെ ചെയ്യുന്നെല്ലാം പറയുന്ന അതേ സമയം പെട്ടെന്ന് നമ്മുടെ എല്ലയുടെ ശരീരം കിടക്കുന്ന ആ ഒരു തീ ഉണ്ടല്ലോ അത് ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ കത്തുകയാണ്. എന്താ സംഭവിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും അതിലേക്ക് നോക്കി നിൽക്കുന്ന അതേ സമയം നമ്മുടെ എല്ലാ ജീവനോടെ ആ ഒരു തീയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവളുടെ വസ്ത്രമെല്ലാം കത്തിപ്പോയി. ഹീറോ ഇത് കാണുന്നത് എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന്
ഒരു തുണി എടുത്തിട്ട് അവളുടെ ദേഹം അങ്ങ് മറിച്ച് ആ കാട്ടുവാസികൾ അവളെ കാണുമ്പോഴത്തേക്കും എന്തോ ഒരു ദൈവത്തെ പോലെ അവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലയോട് കാര്യങ്ങളെ തിരക്കുമ്പോൾ അവളൊരു സത്യം പറയുന്നത് വേറെ ഒന്നുമല്ല. അപ്പോഴാണ് അവൾ ആ ഒരു ആദിവാസി തലവനുണ്ടല്ലോ അയാളുടെ ഭാഷയിൽ മുകളിലേക്ക് കാണിച്ചിട്ട് ഞാൻ അവിടെ നിന്നാണ് വന്നത് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ വുഡ്രോ ചോദിക്കും അല്ല ഇവൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ ട്രാൻസ്ലേറ്റർ പറയും അവൾ മറ്റൊരു ലോകത്ത് നിന്നാണ് ഇവിടേക്ക് വന്നതെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൾ എന്തൊക്കെയായി പറയുന്നേ എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കും, അവൾ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ശരി നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം പറയും അവർക്ക് വേണ്ടത് സ്വർണ്ണമാണ്. അപ്പോൾ വുഡ്രോ ചോദിക്കും അല്ല അവർക്ക് എന്തിനാ സ്വർണം, അവർക്ക് ഈ ഒരു സ്വർണം അവരുടെ ലോകത്ത് കിട്ടാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് അവർ സ്വർണ്ണം ശേഖരിക്കുന്നത്. അപ്പോൾ അവർ ചെറിയ പയ്യൻ നമ്മുടെ ഡോക്ടർ ഇവരെല്ലാവരും എൻ്റെ ഭാര്യ ബാക്കിയുള്ള ആളുകൾ ഇവരുടെ എല്ലാം കാര്യം എന്താണ്, അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അവർ ജീവിച്ചിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ മരിച്ചിരിക്കാം. എന്നിരുന്നാലും ഈ ഒരു മനുഷ്യരെ വെച്ചിട്ട് അവരുടെ ബലഹീനത എന്താണെന്ന് ആ ഒരു ഏലിയൻസ് പഠിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഏലിയൻസിനെ ഒരിക്കലും ഈ ഒരു ഭൂമിയിൽ നിന്ന് പോകാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ പോയിട്ട് വീണ്ടും ഒരുപാട് ആളുകളായിട്ട് തിരിച്ചു വരും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കാർക്കും ഇവിടെ ജീവിക്കാൻ പോലും കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളത് തടഞ്ഞേ പറ്റൂ എന്നിങ്ങനെ എല്ലാം പറയുമ്പോൾ എല്ലാവരും നല്ലതുപോലെ അത്ഭുതപ്പെടുന്നു. അപ്പോൾ അവർ ചോദിക്കും അല്ല അതിനെല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചോദിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് ജയിക്കിനെ നോക്കിയിട്ട് അവനറിയാം അവരെവിടെയാണുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നതും ഹീറോ പറയും സോറി എനിക്കിതിന് മുന്നേ നടന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ആദിവാസി കൂട്ടിലെ തലവൻ അയാൾ പറയും അതെല്ലാം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മരുന്ന് തരാമെന്ന് പറഞ്ഞു. നമ്മുടെ ജേക്കിന് അവരൊരു മരുന്ന് കൊടുക്കുകയാണ്. അത് കുടിച്ചതിന് ശേഷമാണ് ജേക്കിന്റെ ജീവിതത്തിൽ ജേക്കിന് എന്താണ് സംഭവിച്ചത്, അവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ള കാര്യമെല്ലാം അവൻ ഇപ്പോൾ ഓർമ്മ വരുന്നത്. അന്ന് ജേക്കിന്റെ ഭാര്യ ആലീസ് ഉണ്ടല്ലോ അവളെ ആ ഒരു ഏലിയൻസ് പിടിച്ചോണ്ട് പോയതിനു ശേഷം നമ്മുടെ ജേക്കിനെയും ആ ഒരു ഏലിയൻസ് കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു ഷിപ്പിൽ വെച്ച് ആലീസിന്റെ മുകളിലേക്ക് എന്തോ ഒന്ന് കുത്തിയിറക്കി അവളെ അവന്റെ മുന്നിൽ വെച്ച് തന്നെ ഭസ്മമാക്കി അങ്ങ് കളയാണ്. അപ്പോൾ നമ്മുടെ ജേക്കിനായാലും ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുന്നതും ജേക്കിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവന്റെ ശരീരത്ത് ആ ഒരു കാര്യം കുത്തിയിറക്കാനായിട്ട് വരുന്നതിന് മുന്നേ ആ ഒരു ഏലിയൻ അതിന്റെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അതവിടെ ഊരി വെക്കും. ഇത് കാണുന്നത് നമ്മുടെ ജേക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ അത് കുത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് കയ്യിലേക്ക് ഇട്ടിട്ട് അതിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ആയുധം പിടിച്ചു വാങ്ങി അതിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ വിട്ട് അങ്ങനെയാണ് ആ ഒരു ബ്രേസ്ലെറ്റ് ജേക്കിന്റെ കയ്യിൽ വന്നത്. അത് കഴിഞ്ഞ് ജേക്ക് വെളിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു വഴിയുണ്ട്. അതുവഴി എങ്ങനെയൊക്കെ വെളിയിലേക്ക് വന്ന് ബോധം കിട്ട് അവിടെ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് ജേക്ക് പറയും ഇപ്പോൾ എനിക്കറിയാം അവരെവിടെയാണെന്ന് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ കുറെ മലകളുള്ള ഒരു ഭാഗമുണ്ട്. അവിടേക്ക് ഇവരെല്ലാവരെയും കൊണ്ടുപോവാണ്. കാണിക്കുമ്പോഴത്തേക്കും അതിനിടയിലായിട്ടൊരു സ്ഥലത്താണ് ഈ ഒരു ഏലിയൻസ് ഉള്ളത്. അതും ആ ഒരു മലകൾക്കിടയിലായിട്ട് ഒരു വലിയ ഏലിയൻ ഷിപ്പുണ്ട്. അതിനുള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു ഏലിയൻസ് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ അത്രയും വലിയ ആ ഒരു ഏലിയൻ ഷിപ്പ് വെച്ചിട്ട് അവരവിടെ നിന്ന് സ്വർണം ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല ഇവരെല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു ഷിപ്പ് പറന്ന് അതിനുള്ളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അതിനുള്ളിലേക്ക് കയറാനായിട്ട് കഴിയത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ എങ്ങനെ ഉള്ളിലേക്ക് കയറണം എന്ന് പറയുമ്പോൾ ആ ഒരു ആദിവാസി തലമുണ്ടല്ലോ അയാൾ പെട്ടെന്ന് നമ്മുടെ വുഡ്രോയുടെ കയ്യിലുള്ള ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് അയാൾ ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത് ശരി നമുക്ക് അതിൽ ഉയർന്ന ഭാഗം ആ ഒരു ഷിപ്പിന്റെ അപ്പുറത്തുള്ള ആ ഒരു മലയില്ലേ അത് ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ഇവർക്കിപ്പോൾ എങ്ങനെ അത് അറ്റാക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജേക്ക് മാത്രം അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പൊ ഇവര് നോക്കുമ്പോൾ ജേക്ക് എങ്ങോട്ട് പോകുന്നു എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതേസമയം നമ്മുടെ ജേക്ക് എവിടേക്കാണ് വരുന്നതെന്ന് വെച്ചാൽ അവന്റെ ആ ഒരു ആളുകളുണ്ടല്ലോ കൊള്ളക്കാര് അവരുടെ അടുത്തേക്കാണ്. അപ്പോൾ അവരെല്ലാവരും ചോദിക്കും ഹേയ് ജേക്ക് നീ എന്തിനാ തിരിച്ചു വന്നേ, ഞങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ് എന്നില്ല പറയുമ്പോൾ ജേക്ക് പറയും ഒരു കാര്യമില്ല, കാരണം അവരെല്ലാം ഇവിടേക്ക് വന്നിട്ട് നിങ്ങളെ എല്ലാവരെയും കൊല്ലും. അപ്പോൾ അവർ പറയും ആര്, അപ്പോൾ അവർക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജേക്ക് ഇവരോട് ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവസാനമായിട്ട് എന്നെ സഹായിക്കാനായിട്ട് ഒരു അവസരം കൂടിയുണ്ട് എന്നും പറഞ്ഞ് ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ നല്ല രീതിയിൽ ആളില്ലാതെ ഇവർക്ക് പെട്ടെന്ന് ചെന്നിട്ട് ആ ഒരു ഏലിയൻ ഷിപ്പ് നശിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ എല്ലാണെങ്കിലും ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ജേക്ക് അവന്റെ ആളുകളെയും കൂട്ടി ഇവിടേക്ക് വരികയാണ്. എന്നിട്ട് വുഡ്രോയോട് ചോദിക്കും എന്താ വുഡ്രോ ഇത്രയും പോരെ എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഇവരെന്തോ വെടിമരുന്നെല്ലാം തയ്യാറാക്കുന്നുണ്ട്. അതേസമയം എല്ലാം അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി അധിക നേരം ഞാൻ ഇവിടെ ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ജേക്ക് പെട്ടെന്ന് ഹേയ് ഒരിക്കലും അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് എല്ലയെ കിസ് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇപ്പോൾ ആ ഒരു ഏലിയൻ ഷിപ്പ് ഉണ്ടല്ലോ അതുള്ള ആ ഒരു മലയുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് അതിൽ നമ്മുടെ ഹീറോ അതേപോലെ തന്നെ ഹീറോയുടെ കൂടെയുള്ള രണ്ട് സഹായികള് ഇവര് മൂന്നുപേരും മാത്രം അവരിന്നലെ റെഡിയാക്കിയ ആ ഒരു ബോംബുണ്ട് അതും കൊണ്ട് ഈ ഒരു ഷിപ്പിന് മുകളിലേക്ക് കയറും. അങ്ങനെ പതിയെ അതിന് മുകളിലേക്ക് വലിഞ്ഞടിച്ച് കയറിയിട്ട് അതിന്റെ മുകളിലെത്തി നമ്മുടെ ഹീറോ പെട്ടെന്ന് തീപ്പെട്ടി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അതിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ തീപ്പെട്ടി എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി തട്ടി നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അയ്യോ എല്ലാം പോയിന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ
ജേക്ക് പറയും ഏയ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു സിഗരറ്റില്ലേ അതങ്ങനെ എടുത്തിട്ട് ആ ഒരു ബോംബിന്റെ തിരിയിലും വെച്ച് കൊളുത്തി അതെടുത്ത് ഈ ഒരു ഷിപ്പെല്ലാം ഉള്ളിലേക്ക് പോവല്ലോ ആ ഒരു ഭാഗത്തേക്ക് ഒരു ഒറ്റ കയറ് എന്നിട്ട് 3 പേരും പതിയെ താഴേക്ക് ഇറങ്ങി അവിടെ നിന്നും ഓടി ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഇവർ 3 പേരും ഓടി കുറച്ച് പുറകിലേക്ക് വരുന്നതും പെട്ടെന്ന് ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് അതിനകത്തുള്ള 1-2 ഷിപ്പുകൾ നേരെ താഴേക്ക് വീഴുന്നതും ഇവരെല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്ന അതേ സമയം പെട്ടെന്ന് കാണിക്കുമ്പോൾ ആഹാ ഇതെല്ലാം കണ്ടിട്ട് ആ ഒരു ഏലിയൻസ് ആണല്ലോ അതെല്ലാം ഇപ്പോൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഇവരെല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ ഇവർക്കാർക്കും അറിയത്തില്ല അത് ഏലിയൻസ് ആണെന്ന് ഇവരതിനെ വിളിക്കുന്നത് ഭൂതങ്ങളെന്നാണ്. അപ്പോൾ നമ്മുടെ വുഡ്രോ അവന്റെ കയ്യിൽ ആ ഒരു ബൈനോക്കുലർ എടുത്തിട്ട് ആ ഒരു ചെറിയ പൈൻ്റെ കൈ കൊടുത്ത് അവനോട് കുറച്ച് മുകളിലേക്ക് പോയിരിക്കാൻ പറയും. എന്നിട്ട് ഇവരെല്ലാവരും അവരുടെ കുതിരപ്പുറത്ത് കയറിയിട്ട് ഈ ഒരു ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയോ? അതെല്ലാം വന്നിട്ട് ഈ ഒരു കുതിര അതേപോലെ തന്നെ അതിനകത്തിരിക്കുന്ന മനുഷ്യൻ എല്ലാത്തിനെയും ഒറ്റയടിക്ക് ഇങ്ങനെ കൊല്ലുകയാണ്. അതേസമയം നമ്മുടെ ജേക്ക് എല്ലാം കൊണ്ട് ഇതിനു മുന്നേ അവനെ ആ ഒരു ഏലിയൻസ് പിടിച്ചു വെക്കുമ്പോൾ അവൻ ഏത് വഴിയാണോ വെളിയിലേക്ക് ഇറങ്ങിയത് അതുവഴി തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് സ്വർണം അവർ ഖനനം ചെയ്തെടുക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ അത് ഇവരിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് അവരകത്തേക്ക് പോകുന്നതും ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ ആ ഒരു ഏലിയൻസ് നല്ലതുപോലെ എല്ലാവരെയും കൊല്ലാണ്. അതിന്റെ കയ്യിലാണെങ്കിൽ ആ ഒരു വെപ്പൺ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഓരോരുത്തരെ ഷൂട്ട് ചെയ്തങ്ങ് പൊട്ടിത്തെറിയുന്നു. അതുപോലെ ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയവരെല്ലാം നമ്മുടെ ഡോക്ടർ വന്നിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരവസരത്തിൽ നമ്മുടെ വുഡ്രോയെ ആ ഒരു ഏലിയൻ അടിച്ച് താഴേക്കിട്ട് വുഡ്രോയെ കൊല്ലാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ വുഡ്രോയുടെ സഹായി ആ ഒരു ഏലിയനെ വന്ന് പിടിച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് അവനെ ഇടിച്ച് അത് ആ ഒരു കുതിരയെ ഉൾപ്പെടെ ഇടിച്ചങ്ങ് തെറിപ്പിക്കും. എന്നിട്ട് അവന്റെ മുകളിലേക്ക് ചാടിക്കയറി അവനെ കൊല്ലാണ്ട് ശ്രമിക്കുമ്പോൾ വുഡ്രോ പുറകിലൂടെ വന്നിട്ട് ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ ഷൂട്ട് ചെയ്യാണ്. എന്നിരുന്നാലും അതിനൊന്നും ആവുന്നില്ല. അത് പെട്ടെന്ന് എഴുന്നേറ്റ് തിരിച്ച് വുഡ്രോയെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വരുന്നതും ബുള്ളറ്റ് തീർന്നുപോയി. അതേസമയം നമ്മുടെ ഡോക്ടർ മറ്റൊരിടത്ത് നിന്നും അതിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത ആ ഒരു ഏരിയനെ അങ്ങ് കൊല്ലാണ്. അങ്ങനെ വുഡ്രോ ആണെങ്കിൽ ഓടിച്ചെന്നിട്ട് അവന്റെ ആ ഒരു സഹായം ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് വന്നിരുന്ന് അവൻ മരിക്കാറായി. ഒരുപാട് നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതും അവൻ അവിടെ വെച്ച് മരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവരുടെ കയ്യിൽ ആളുമില്ല, കാരണം എല്ലാവരെയും ആ ഒരു ഏലിയൻസ് കൊന്നിട്ടുണ്ട്. അതേസമയം കാണിക്കുമ്പോൾ ആ ഒരു ആദിവാസികളുണ്ടല്ലോ അവരെല്ലാവരും കുതിരകളായിട്ട് ഒരുപാട് പേരെ കൊണ്ട് ഇവിടേക്ക് വരികയാണ്. എന്നിട്ട് നല്ല രീതിയിൽ അവരും അവരുടെ ആയുധങ്ങളെല്ലാം വെച്ചിട്ട് ഈ ഒരു ഏലിയൻസിനെ ഓരോന്നിനായിട്ട് കൊല്ലുകയാണ്. അതേസമയം ഈ ഒരു ഷിപ്പിനുള്ളില് നമ്മുടെ ജേക്കും എല്ലയും രണ്ടുപേരും നടന്നു ചെല്ലുമ്പോൾ ഈ ഏലിയൻസ് പിടിച്ചോണ്ട് വന്നിരിക്കുന്നുണ്ടല്ലോ അവരെല്ലാവരെയും ഒരിടത്തേക്ക് നിർത്തിയിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് എന്തോ വലിച്ചെടുക്കുന്നത് പോലെ അവരാണെങ്കിലും മുകളിലേക്ക് എന്തോ ഒന്നിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടേക്ക് ചെന്ന് അവരുടെ ദേഹത്തുള്ള ആ ഒരു വയറുകളെല്ലാം വലിച്ചൂരി അവരെല്ലാവരെയും ഇങ്ങനെ രക്ഷപ്പെടുത്തും. അതേസമയം മറ്റൊരിടത്ത് എന്തോ ശബ്ദം കേട്ട് ജേക്ക് പറയും നീ എല്ലാവരെയും റിലീസ് ചെയ്യും, ഞാൻ പോയി അതെന്താണെന്ന് നോക്കാന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഏലിയൻ ഉണ്ട്. അപ്പോൾ ജേക്കിന്റെ കയ്യിൽ ആ ഒരു വെപ്പൺ ഉള്ളത് കൊണ്ട് അതിനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലാണ്. എന്നിട്ട് നമ്മുടെ ജേക്ക് അവിടെ തന്നെ നിൽക്കുന്ന അതേ സമയം മറ്റൊരു വശത്ത് നിന്നും ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഏലിയൻസ് ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അവിടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുപോകുന്നതും ആ ഒരു ഏലിയൻസിലെ ഈ ഒരു വഴിയെ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം ജേക്ക് അവിടെ നിന്നിട്ട് എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് അങ്ങനെ കൊല്ലുകയാണ്. അപ്പോൾ ഒന്നിനെ പോലും വെറുതെ വിടുന്നില്ല. എല്ലാത്തിനെയും കൊന്നതിന് ശേഷം എല്ലാവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ എല്ലാത്തിനെയും കൊന്നു ബാ നമുക്ക് പോവാന്ന് പറയുമ്പോൾ എല്ലാം മറ്റൊരു വഴി ഇങ്ങനെ ഓടിപ്പോകുന്നു. അപ്പോൾ ജേക്ക് പറയും അതല്ല വഴി, നീ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചിട്ട് അവളുടെ പുറകെ ഇങ്ങനെ ഓടിച്ചെല്ലുകയാണ്. അതേസമയം ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ ആ ഒരു ഏലിയൻസ് ഇപ്പോൾ മനുഷ്യരെ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു സമയത്ത് അതിലൊരു ഏലിയൻ നമ്മുടെ ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവനെ കാണാണ്. അവനെ കണ്ടിട്ട് അവനെ പിടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും അവനിപ്പോൾ ഓടി താഴേക്ക് വന്നിട്ട് ഒരു ചെറിയ ഭാഗമുണ്ട് അവിടേക്ക് കയറി ഒളിച്ചിരിക്കുമ്പോൾ ഈ ഒരു ഏലിയൻ അവിടേക്ക് വന്നിട്ട് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നതും അതിനെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അതിന്റെ ആ ഒരു ഹൃദയ ഭാഗം ഉണ്ടല്ലോ അത് അങ്ങനെ വെച്ച് തുറന്നിട്ട് അതിനുള്ളിലുള്ള ആ 2 കൈകൾ ഉപയോഗിച്ച് അവനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതും ഇതിന്റെ ഹൃദയം ഇവിടെ ഇരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ആ ചെറിയ പയ്യന്റെ കയ്യിൽ നമ്മുടെ വുഡ്രോ കൊടുത്ത ആ ഒരു കത്തി ഉണ്ടായിരുന്നു അത് വെച്ച് അതിന്റെ ഹൃദയത്തിലേക്ക് ഒരു ഒറ്റ കുത്ത് ആ ഒരു ഏലിയൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യാണ്. അതേസമയം ഈ ഒരു ഷിപ്പിനുള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഷിപ്പിന്റെ പ്രധാന ഭാഗത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ജേക്ക് പുറകെ ചെന്നിട്ട് അവളോട് ചോദിക്കും അല്ല നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ ഒരു മെയിൻ കോർ ഉണ്ട്, അത് നശിപ്പിച്ചു കഴിഞ്ഞാലേ ഇതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റ് അത് അഴിക്കണമെന്ന് പറയുമ്പോൾ ജേക്ക് പറയും സോറി എനിക്കിത് അറിയത്തില്ല എങ്ങനെയാണ് അഴിക്കേണ്ടതെന്ന്. അപ്പോൾ അവൾ പറയും അത് നിന്റെ കൺട്രോളിലാണ്, കാരണം നീ വിചാരിക്കുന്നത് മാത്രമേ ആ ഒരു ബ്രേസ്ലെറ്റും ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവനാണെങ്കിലും അങ്ങനെ വിചാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ എല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനെ പെട്ടെന്ന് കിസ് ചെയ്യുന്നതും അവന്റെ ശ്രദ്ധ മുഴുവൻ മാറിയിട്ട് ആ ഒരു ബ്രേസ്ലെറ്റ് അടിക്കണമെന്നാകുമ്പോൾ അത് പെട്ടെന്ന് ഒരു താഴേക്ക് വീഴാണ്. അങ്ങനെ അതെടുത്ത അതിലൊരു ടൈമർ ഉണ്ട്, അതെങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും ശരി ഞാൻ മുകളിലേക്ക് കയറാം, അപ്പോഴേക്കും നീ അത് എന്റെ കയ്യിൽ തരണമെന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതിന് മുകളിലേക്ക് കയറുന്ന അതേ സമയം ജേക്ക് അതെടുത്ത് അവളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ അതും വെച്ചിട്ട് അവള് ജേക്കിനോട് പറയും ബൈ ജേക്ക്, ഇനി ഒരിക്കലും നമ്മൾ കാണത്തില്ല എന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് അതിനകത്തേക്ക് അങ്ങ് കയറി പോവാണ്. അപ്പോൾ ജേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ അവൾ ഒരിക്കലും അവിടെ നിൽക്കുന്നില്ല. അതേസമയം വെളിയിൽ നിന്നും മറ്റൊരു ഏരിയ വരുന്നത് കൊണ്ട് നമ്മുടെ ജേക്കിനും ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ നിന്ന് ഓടി ഇങ്ങനെ പോവും. അപ്പോൾ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും
നമ്മുടെ വുഡ്രോഡ് ആളുകൾ ഇപ്പോൾ ഒരുപാട് ഏലിയൻസിനെ കൊല്ലുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ഒരുപാട് പേര് വന്നിട്ട് ആ ഒരു ഏലിയൻസിനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏലിയൻസിനെ കൊല്ലാനായിട്ടുള്ള എളുപ്പമാർഗം അവർക്ക് മനസ്സിലായി. അതിന്റെ തലയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മരിക്കും. അതേസമയം ഉള്ളിൽ നമ്മുടെ ജേക്ക് അടുത്തൊരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്തോ പ്രത്യേകത ഉള്ളതുപോലെ അതുമല്ല ഇതിനു മുന്നേ നമ്മുടെ ജേക്കിനെ പിടിക്കുന്ന സമയത്ത് അവനെ കിടത്തിയിരുന്ന ആ ഒരു കാര്യം അവിടെ സ്ക്രീനിലൂടെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അത് കണ്ടു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ജേക്കിന്റെ പുറകിലൂടെ മറ്റൊരു ഏലിയൻ വന്ന് ജേക്കിനെ വീണ്ടും അതിലേക്ക് കൊണ്ടുവന്ന് പിടിച്ചു വെച്ചേക്കാണ്. ജേക്കിന്റെ കയ്യിൽ ഇത്തവണ എന്തായാലും ആ ഒരു വെപ്പണില്ല, അതുകൊണ്ട് അവനൊന്നും ചെയ്യാനും കഴിയത്തില്ല. അപ്പോഴാണ് ജേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇവനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഏലിയൻ ഉണ്ടല്ലോ, അത് വേറെ ആരുമല്ല. ഇതിനു മുന്നേ നമ്മുടെ ജേക്ക് ഒരു ഏലിയന്റെ മുഖത്തേക്ക് ഒരു വെട്ടുവെട്ടിയല്ലോ, അത് കഴിഞ്ഞിട്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. ആ ഒരു ഏലിയൻ ആയിരുന്നു നമ്മുടെ ജേക്കിനെ കണ്ടതും അവനോടുള്ള റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഒരു ഏലിയൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇത്തവണ ആ ഒരു ഏലിയൻ നമ്മുടെ ജേക്കിനെ പഴയതുപോലെ തന്നെ ആ ഒരു ആയുധം വെച്ചിട്ട് കുത്താനായിട്ട് ഇങ്ങനെ വരുന്നതും അതിനു മുന്നേ തന്നെ നമ്മുടെ വുഡ്രോ അവിടേക്ക് വന്ന് ആ ഒരു ഏലിയനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അത് തിരിഞ്ഞു നിന്നിട്ട് വുഡ്രോയെ കൊല്ലാനായിട്ട് വരുമ്പോൾ ജേക്ക് ഇവിടുന്ന് ചാടി ഇറങ്ങി ഒരു ഷോട്ട് ഗൺ ഉപയോഗിച്ചിട്ട് ആ ഒരു ഏലിയനെ 2-3 തവണ ഷൂട്ട് ചെയ്ത് ഇത് നേരെ വന്ന് വീഴുന്നത് ആ ഒരു ഉരുകിയ സ്വർണത്തിന്റെ അടിയിലേക്കാണ്. ഈ ഒരു സ്വർണ്ണമെല്ലാം ഉരുകിയിട്ട് ഇതിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്നതും ആ ഒരു ഏലിയനും അവിടെ വെച്ച് ഇല്ലാതാവുന്നു. അതേസമയം നമ്മുടെ എല്ലാണെങ്കിലോ ആ ഒരു ഷിപ്പിനുള്ളിലേക്ക് ഇതിന്റെ മെയിൻ കോർ ആയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് നടന്നു ചെല്ലുന്നതും അവളുടെ പിറകെ തന്നെ മറ്റൊരു ഏലിയൻ ഉണ്ട്. പക്ഷെ അവൾ അത് കാണുന്നില്ല. അപ്പൊ ഈ ഒരു ഏലിയൻസിനെ എല്ലാം ബാക്കിയുള്ളവരെല്ലാം കൊല്ലുന്നത് കൊണ്ട് ഇതിനിപ്പോ ഇനി ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ഷിപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിപ്പോ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ജേക്കും വുഡ്രോയും ആ ഒരു ഗുഹയിൽ നിന്ന് ഓടി വെളിയിലേക്ക് വരുന്നതും ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു ഷിപ്പ് ഇപ്പോൾ പകുതിയും മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു. അതേസമയം നമ്മുടെ എല്ലാ പതിയെ ആ ഒരു ഹോൾ വഴി ഇതിന്റെ ആ ഒരു കോറായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഏലിയൻസ് ഉണ്ട്. അതുമല്ല ഈ ഒരു സ്വർണ്ണമെല്ലാം പോകുന്നത് എവിടേക്കാണെന്ന് അവൾ കണ്ടു. എന്നിട്ട് ആ ഒരു ബോംബും ഇപ്പോൾ പൊട്ടാറായതുകൊണ്ട് അത് കയ്യിൽ പിടിച്ച് അങ്ങനെ നിൽക്കാണ്. അപ്പോൾ പുറകിൽ വരുന്ന ആ ഒരു ഏലിയനും ഓടി വന്ന് നമ്മുടെ എല്ലയെ പിടിക്കാനായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് ആ ഒരു ബോംബ് പൊട്ടുന്നതും താഴെ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാണ്. പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ഏലിയന്റെ ഷിപ്പ് ഉണ്ടല്ലോ അത് മുകളിൽ വെച്ച് തന്നെ തകർന്ന് ഇല്ലാതാവുന്നു. അതോടെ എല്ലാവർക്കും സന്തോഷമായി. അതുപോലെ അത് ശേഖരിച്ചു വെച്ചിരുന്ന ആ ഒരു സ്വർണ്ണമെല്ലാം പൊടിയായിട്ട് ഇപ്പൊ താഴേക്ക് വീഴാണ്. പക്ഷെ അതുകൊണ്ട് ഇവർക്കൊന്നുമില്ല. ആ ഒരു ഷിപ്പിനകത്ത് ഈ ഒരു ഏലിയൻസ് പിടിച്ചോണ്ട് പോയവരല്ല ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നതും ബാക്കി എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജേക്കിനെ കാണിക്കുമ്പോൾ ജേക്ക് ഇപ്പോൾ ആ ഒരു പട്ടണത്തിലേക്ക് വന്നിട്ട് വുഡ്രോയോട് യാത്രയെല്ലാം പറഞ്ഞ് അവൻ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്രയാവുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു.